കാരണം ചില ആൾക്കാർക്ക് സ്കില്ലില്ല. ഫസ്റ്റ് വൺ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ല, സ്കില്ലിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല. ക്വസ്റ്റ്യൻ ആണ്, അൺഎംപ്ലോയ്മെന്റ് നമ്മുടെ നാട്ടിൽ കൂടി വന്നതിന്റെ കാരണം മിക്ക ആൾക്കാർക്കും ജോലി കിട്ടുന്നില്ല. ഡിഗ്രി എഡ്യൂക്കേഷൻ പഠിച്ചിട്ട് അവർക്ക് ജോലി കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു കാരണം എന്താണെന്ന് തോന്നുന്നു. അതിന് കാരണം ചില ആൾക്കാർക്ക് സ്കില്ലില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞത് സ്കില്ല് വേണം എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും സ്കില്ലില്ല എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുറെ പേർക്ക് ജോലി കിട്ടാണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫുൾ AI യുഗല്ലേ. അപ്പോൾ നോർമലി ഉള്ള ആൾക്കാർക്കൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് തന്നെ എല്ലാവരും ഒരുപോലെ എല്ലാ ഫീൽഡ് ഒരേ ഫീൽഡിലേക്ക് തന്നെ എല്ലാവരും നോക്കണ പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അൺഎംപ്ലോയ്മെന്റ് നമ്മുടെ നാട്ടിൽ കൂടി വന്നതിന്റെ കാരണം എന്താണ്? സ്കില്ലില്ലാത്തോണ്ടാണോ, എന്താ കാരണം തോന്നുന്നത്? കാരണം നമ്മുടെ ഇവിടെ ഒരുപാട് ആൾക്കാര് എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ അതനുസരിച്ചിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഇല്ല. പിന്നെ കൂടുതലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സ്കില്ലിന്റെ മാത്രമല്ല, നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പൊ സ്കൂൾസിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ബോർഡിൽ എഴുതുക, അതേപടി കുട്ടികൾ അതേപടി നോട്ട് ചെയ്യുക. അവരുടെ തന്നെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സ്കിൽസ് സ്കൂൾ ലെവലിൽ തന്നെ അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ വർക്കിന്റെ കേസ് വരുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും എബ്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൂടുതലും വരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന ഈ സിവിക് സെൻസ് ഉണ്ട്, അതായത് വേസ്റ്റ് നമ്മൾ കളയുക, മിഠായി കവർ, അതിനുള്ള വേസ്റ്റ് കളയാനായിട്ട് നമുക്ക് എവിടുന്ന് ഈ സിവിക് സെൻസ് നമുക്ക് പഠിക്കാൻ പറ്റുക? അത് സ്കൂളിൽ പഠിപ്പിക്കുന്നതാണോ? എന്താണ് അഭിപ്രായം? ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റിന് നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇപ്പൊ സ്കൂൾ ലെവൽ തൊട്ട് ഇപ്പൊ കുട്ടികൾ ഇപ്പൊ എങ്ങനെ വേസ്റ്റ് എവിടെ കളയണം, പ്രോപ്പറായിട്ട് വേസ്റ്റ് എങ്ങനെ കളയണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സ്കൂൾ ലെവലിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതിനുള്ള പുതിയ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്, പൊല്യൂഷൻ ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പൊ അൺഎംപ്ലോയ്മെന്റ് കൂടി വരാണല്ലോ നമ്മുടെ നാട്ടില്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് തോന്നുന്നത്? ഫസ്റ്റ് വൺ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ല, എന്താ പറയാ, കൂടുതലും ജനറൽ കൈൻഡ് ഓഫ് സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആവശ്യമാണ്, പക്ഷെ നമ്മളൊരു ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പഠിക്കുന്നില്ലല്ലോ അത്. പിന്നെ മാത്രമല്ല സ്കൂളുകളിലൊന്നും ഇപ്പം നമുക്ക് മേജറായിട്ടുള്ളൊരു ഓഫീസ് ജോലിയാണെങ്കിൽ മേജറായിട്ട് ആവശ്യമുള്ള എക്സൽ, SAP അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കുകയാണെങ്കിലും HTML അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. 10th വരെയൊക്കെ ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതലും അങ്ങനത്തെ ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡിഗ്രിയൊക്കെ 4 ഇയർ ഡിഗ്രി ആക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ 3 ഇയർ ഡിഗ്രി ആയിരുന്നു. സോ എൻ്റെ അഭിപ്രായത്തിൽ സ്കിൽ ബേസ്ഡ് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. പിന്നെ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി, ഇപ്പോൾ എനിക്കൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഇംഗ്ലീഷൊക്കെ ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു, നന്നായിട്ട് പഠിപ്പിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്പീക്ക്, എനിക്ക് വായിക്കാൻ എഴുതാനൊക്കെ അറിയാം, പക്ഷെ പറയാനുള്ള ഒരു ഫ്ലുവൻസി എനിക്കിപ്പോഴും കുറവാണ്. നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് എനിക്ക് വന്നിട്ടില്ല. ഞാൻ എന്ത് പറയുകയാണെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ടൈപ്പ് ആകും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അങ്ങനെയൊക്കെ ആയിട്ട് പോകും. അപ്പോൾ അതല്ലല്ലോ, നമുക്ക് നാച്ചുറൽ ഇംഗ്ലീഷ് വേണം. നമ്മൾ ഇംഗ്ലീഷ് തന്നെ നല്ല ഒരു വിധത്തിൽ പറയാൻ കിട്ടുമ്പോൾ, നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ തന്നെ കിട്ടുമ്പോൾ തന്നെ നമ്മൾ കോൺഫിഡൻസ് കൂടുകയാണ്. അപ്പോൾ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് സ്കില്ലിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല. പിന്നെ സ്കില്ല് ഉണ്ടെങ്കിൽ തന്നെ എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും കറക്റ്റ് സാലറി കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ കുറേ പേര് അങ്ങനെ നിർത്തി ജോബ് ഉപേക്ഷിക്കുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്ത ഫീൽഡിലും അങ്ങനെ തന്നെ കുറേ പേര് വർക്കിനനുസരിച്ചുള്ള കറക്റ്റ് പൈസ കിട്ടുന്നില്ല. അപ്പോൾ അവരത് ആ ഫീൽഡിൽ നിന്ന് ഉപേക്ഷിച്ച് പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ എഡ്യൂക്കേഷൻ ഒരു പോയിന്റാണ്. പിന്നെ ഒരു അവസരം കിട്ടാതെ പോകുന്നത് ഒരു ഇതാണ്. മെയിനായിട്ട് ഒരു വിദ്യാഭ്യാസ ഒരു സ്ഥലമില്ല മെയിനായിട്ട് ഉള്ളത്. ഇപ്പോൾ ഉള്ളത് തന്നെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവസരം കിട്ടാത്ത ഒരു പോയിന്റായിട്ട് തന്നെയാണ്. ഇപ്പോൾ ചിലവർക്ക് ഏജ് കൂടി പോയാൽ എത്ര ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ അങ്ങനെയാണ്, 21-23 വയസ്സ് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിടാൻ പറ്റിയല്ല, SSC കിടാൻ പറ്റിയല്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുണ്ട്.